ഇതാ വന്നിക്കല്ലേ വീഡിയോ എടുത്ത് വേറെ ഉണ്ടല്ലോ. നമ്മള് കട്ട് കട്ട്. അപ്പൊ നമ്മള് പുതിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. നമ്മള് പിന്നെ നാട്ടിലെത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ വ്ളോഗാണ്. ഞാനും ഇഷാം മൈ ഫ്രണ്ട്. നമ്മളൊരു ഫ്രണ്ട് നാട്ടിലേക്ക് പോകുന്നുണ്ട്, ദുബൈയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഓനെ കാണണ്ടിട്ട് നമ്മള് പോവാണല്ലേ ഇഷാമ? അപ്പൊ നമുക്ക് ഒരുത്തനെ കൂടി കൂട്ടുകാരുണ്ട്. ഓക്കെ, അവന്റെ വീടെത്തിരിക്കാണ്. ഇത് എന്റെ ഫ്രണ്ടിന്റെ വീടാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് അവനെ കൂട്ടുന്നത്. ഓക്കെ, സോ ഇങ്ങോട്ടാ. ഇതാണ് ഇഷാം ടാ. എനിക്കറിയാം ഈ വീഡിയോ ഇട്ട ഇതിന് ഫാൻസ് കൂടും, അതുകൊണ്ട് ഇവൻ അതേ വീഡിയോയിൽ ഞാൻ ഇറക്കാത്തതാണ്. നിങ്ങളുടെ സൺഗ്ലാസ് എങ്ങനെയുണ്ട്? സിഡി പാലസ് നന്ദി. നമ്മള് അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് സാലുവിന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ ഇതാണ് സാലു. ചൈൽഡ്ഹുഡ്, ബ്രദർഹുഡ്, എല്ലാ ഹുഡും കൈകാര്യം എല്ലാ ഹുഡിലും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സാലു. ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഒരുമിച്ചാണ്. ഇവനിപ്പോ എന്ത് ചെയ്യുന്നു? ഇവനൊരു വെബ് ഡെവലപ്പറാണ്. ആർക്കെങ്കിലും വെബ്സൈറ്റോ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇത് ചെയ്യണമെങ്കിൽ ഇവനായിട്ട് ബന്ധപ്പെടുക. വേണ്ടവർ എന്റെ ഇൻബോക്സിൽ വരിക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് തരുന്നതായിരിക്കും. അങ്ങനെ ഞാൻ കാരണം ഇവൻ ഒരു രക്ഷപ്പെടട്ടെ അല്ലേ? നമ്മൾ രക്ഷപ്പെട്ടാൽ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ രക്ഷപ്പെടുത്തണം. അതെ, നമ്മള് ഒരാൾ രക്ഷപ്പെട്ടാൽ അല്ലെ, നമ്മളൊരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സക്സസ് പോളിസിയാണ് നമ്മളെങ്ങനെ വെച്ചാല് സ്പൂണും ലെമണും കൊണ്ട് നമ്മൾ എൻഡ് പോയിന്റിൽ എത്തുന്നേരം അതെ ലെമൺ ഉണ്ടായിരിക്കണം. അതെ, ലെമൺ ഉണ്ടായിരിക്കണം, സ്പൂണ് മാത്രമായിരിക്കരുത്. അതെ അതെ, അതാണ് ഭയങ്കര തിയറിയാണല്ലോ. അത് നീ ഒന്ന് പഠിച്ചു. ഇവൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഉണ്ട്. വെറും വെബ് ഡെവലപ്പിംഗ് മാത്രമല്ല, ഇവനായിട്ട് കമ്പനി നമുക്ക് ഇതുവരെ അല്ലേ ഷാമ പിന്നെ. അപ്പൊ അതാണ് നമ്മള് രക്ഷപ്പെടുകയാണെങ്കിൽ നമ്മുടെ കമ്പനിക്കാരെ രക്ഷപ്പെടുത്തുക, നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെയും രക്ഷപ്പെടുത്തുക. ചുറ്റുപാട് എന്ന് പറയുമ്പോ എല്ലാരും അല്ല, ചിലപ്പോ നമ്മള് ഹാർഡ് വർക്കിന്റെ ടൈമിൽ ആരും നമ്മളെ ചെറിയാന്നുണ്ടാവില്ല. പക്ഷെങ്കിൽ നമ്മളെ എന്താ പറയാ സക്സസിന്റെ ടൈമിൽ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടാവും. അവരല്ല, നമ്മള് ഹാർഡ് വർക്കിങ്ങിന്റെ ടൈമിൽ ഷിയറപ്പ് ചെയ്യുന്ന ആൾക്കാരെ നമ്മളെന്താക്കുക, രക്ഷപ്പെടുത്തിയില്ലെങ്കിലും അവരെ അറ്റ്ലീസ്റ്റ് മൈൻഡാക്കുക. അങ്ങനത്തെ കുറെ ടീമുണ്ട് ഇപ്പൊ നമ്മളെ ഇതിൽ തന്നെ. സോ എനിക്ക് അതാണ് പറയാനുള്ളത്. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാല് ഞാന് ഇഷാമ് സാലു ഞങ്ങൾ മൂന്നാൾ കൂടി നമ്മളൊരു സുഹൃത്തുണ്ട് സെറി സെക്വി, അവന്റെ പേരാണ് ഹൈലൈറ്റ്. സെറി സെക്സി. അങ്ങനെ ഓൻ ദുബൈയിലേക്ക് പോവാണ്. അപ്പോ അതിന് നമ്മള് അവനെ ഒന്ന് മീറ്റ് ചെയ്യണം. ഒരു 2:30 അങ്ങനെ ഒരു 2:30 മറ്റേതാരാ 2:30 ആകുമ്പോ അവന് ഇവിടുന്ന് പോകും. ഇന്നിപ്പോ സമയം എത്രയും? ഇപ്പൊ 12:45 സമയം. ഓക്കെ, ഇപ്പൊ നമ്മള് ഇപ്പൊ അങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പൊ ഞങ്ങളെ ഞാനിപ്പോ ഉള്ളത് നന്ദിയിലാണ്, നമ്മുടെ സ്ഥലത്തിലെ. ഞങ്ങളുടെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാ വന്നിക്കല്ലേ വീഡിയോ എടുത്തുകൾ. അന്നേരം ഇനിയുണ്ട് ഇങ്ങനത്തെ കുറെ സാധനം ഉണ്ട്. ഇതാ ഇങ്ങനത്തെ പല പരിപാടിയാണ് ഈ പാലത്തിൽ നടക്കുന്നത്. ഇതാണ്ടില്ലേ പാലം കണ്ടിട്ടില്ലേ? ഇതാണ് ഈ പാലത്തിന്. ഇവിടെ ടോള് ഒരു 100 കോടി പോലെ ടോള് എടുത്തിട്ടുണ്ടാവില്ല. ഒരു 100 കോടി പോലെ ടോള് പിരിപ്പിച്ചിട്ട് താറും ഒരു
പറഞ്ഞില്ല. ഇങ്ങനെ ആക്കി ഇട്ടിക്ക് ബ്ലഡി ഫുഡ്സ്. ആകെ 500 ആളെ നമ്മളെ വീഡിയോ കാണും. അല്ല അവർ കാണുന്നവർ എല്ലാവരിലേക്ക് എത്തിക്കുക, പ്രതിഷേധിക്കുക. ഇത് കണ്ടിക്കില്ല റോഡിന്റെ എല്ലാ അവസ്ഥ. എന്താ ചെയ്യാ, നമ്മള് പൂർ സിസ്റ്റം അല്ല, വളരെ മോശപ്പെട്ട്. ഇതാ നമ്മുടെ നന്ദി പ്രദേശം. നന്ദി പ്രദേശം നിങ്ങൾക്ക് കാണാം. പ്രദേശമല്ല, ഇതൊരു എന്താ പറയുക, ഒരു റിമോട്ട് ടൗൺ ആണ്. ഒരു അർബൻ അല്ലെങ്കിലും ഒരു റൂറൽ. ഇതാ ഇത് നമ്മളെ ഹോസ്പിറ്റലാണ്, സഹാനി ഹോസ്പിറ്റൽ. ഓക്കെ, ഇതാണ് ടൗൺ. അതാ വരുന്നു, അതടുത്ത അങ്ങനെ. ഇതാ നമ്മള് ജിം. ഇതാ നിഞ്ച ഫിറ്റ്, അവിടെയാണ് ഞാൻ പോകുന്ന ജിമ്മ്. ഓക്കെ, ഇതാ ഞാൻ കാണിക്കുന്നത് നമ്മുടെ പണി തീരാത്ത, കൊല്ലങ്ങളായി പണി തീരാത്തൊരു സ്ഥലം. ഇതാ ഇങ്ങനെ, ഇതാണ് നമ്മുടെ, ഇതാ കണ്ടില്ല, ഇതാണ് നമ്മുടെ റോഡിന്റെ അവസ്ഥ. എന്തൊരു ക്ഷീണല്ലേ. ഇതാണ് ഞാൻ അവിടെ നിന്ന് നന്ദി ഭാഗത്തേ ഉള്ളൂ, ഇങ്ങോട്ടേക്ക് വടകരക്ക്. ഇതെല്ലാം ബൈക്കിൽ പോകാന്നെല്ലാം പറഞ്ഞാല് പോകുന്ന ആൾക്കാർ എല്ലാവർക്കും ഈ ബൈക്കൊന്നും പറ്റൂല, അല്ല കാറൊന്നും പറ്റൂല. അപ്പൊ ബൈക്കിൽ പോകുന്ന ആൾക്കാരൊക്കെ ഒരു അവസ്ഥ അല്ലേ. നമ്മൾ ഇത്ര ടാക്സും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട്, അപ്പൊ നമ്മൾ ഇത്ര കാര്യം ടാക്സും കാര്യങ്ങളെല്ലാം അടിച്ചിട്ട് നമുക്ക് ഓല് പ്രൊവൈഡ് ചെയ്യുന്ന ഇതാണ് എന്ത്, നമ്മളെ ഇത് അങ്ങനെ അങ്ങനെയുള്ളത്. ഇപ്പൊ നമ്മളിപ്പം പെട്രോൾ അടിക്കണം. 100 രൂപ വരാം, 300 അടിക്കുക, അത്രയാ വേണ്ടും. നമുക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് ചെയ്താൽ മതി ഇതും പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ സാധനം നമുക്ക് തന്നിട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ നോക്കുന്നേരം ഇതാ ഇവിടെ ഈ ഗ്ലാസിന്റെ പടം ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നു. അപ്പൊ നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കാം. ഇത് വേണ്ടനാ, സ്കാനർ വേണ്ടനാ. വേറെന്തല്ല ബോണസ് ഉണ്ടോ? ഞാള് ദിവസങ്ങൾ ആടെത്തുന്നതിന് മുമ്പ് പൈസ അയച്ചാന്ന് വിചാരിച്ചിട്ട് അത് ഞാള് കാർഡിലാ ചെയ്യുന്നത്. സ്കാനർ തന്നെ. ഇതാണ് നമ്മുടെ നാട്. നമ്മള് നന്ദിക്കാര് എല്ലാം അറിഞ്ഞ് ചെയ്യും, എല്ലാം അറിഞ്ഞ് ചെയ്യുന്നവരാണ് നമ്മുടെ നന്ദിയിലുള്ളവർ. എല്ലാം അതിനനുസരിച്ച്. എടാ പിന്നെ കാണുന്നില്ലടാ, എന്റെ വർത്താനം പോലാക്കി 5 വർത്താനം അങ്ങനെ. അപ്പൊ അതെല്ലാം ഇതൊരു ചെറിയ വ്ളോഗായിരിക്കും, ഒരു 5 to 6 മിനിറ്റ്സിനുള്ളിൽ തീർക്കുന്ന വ്ളോഗായിരിക്കും അല്ലേ. സ്മോൾ കുറച്ച് നമ്മള് മെയിനായിട്ട് പറയരുത്, ഓരോ വീഡിയോ കാണൂലേ. ഫുഡല്ല, നമ്മുടെ ചങ്ക് സെറീന കാണാൻ പോകുന്നതാണ് അല്ല. അവനെ കണ്ട് ഒരു മുത്തം കൊടുക്കണം, യാത്ര അയക്കുക. അതാണ് നമ്മളെ മെയിൻ പരിപാടി. ഞാൻ ഇന്നലെ ആള് ലുലു പോയിനും. ഞാൻ ഇന്നലെ ഇവൾക്കൊരു ചാലഞ്ച് കൊടുത്ത്, എന്താ നിഷാമേ, അത് മറ്റേ ടങ് ട്വിസ്റ്റേഴ്സ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് പോലെ ഒരു സാധനമാണ്. ഞാൻ ചോദിച്ചവരോട് ഇന്ന് പഠിച്ചു വന്നു. ഞാൻ അതിന്റെ കറക്റ്റ് സാധനം കൊടുത്തിരുന്നു. ഇല്ല സാലോ പറയും. പഠിച്ചതല്ല, ഇതാണ്. ഇത് വേഗം മനസ്സിലാവും. ഞാൻ പറയാം, ബിറ്റി ബോട്ട്സം ബട്ടർ ഇത് വളരെ ഈസിയാണ് പറയുന്നത്. ഇത് ഞാൻ നീ എല്ലാം പറഞ്ഞൊന്ന് കാണിച്ചു തന്നാ. ഓക്കെ, നീ ഇങ്ങനെ അന്നേരം പറഞ്ഞാലേ ഇത് ശരിക്കുള്ള സാധനം പറയാം. ബിറ്റി ബോട്ട്സം ബട്ടർ ബിറ്റർ സോ ബട്ടർ ബിറ്റർ കിട്ടില്ല, കുറച്ച് ടഫാണ്. അത് പോവും. കട്ട് അപ്പൊ നമ്മള് എന്താടാ അത് മറന്നു പോയല്ലോ. Bitty bought some butter, but the butter was bitter. So Bitty bought some better butter to make the bitter butter more better. But the bitter butter was the better butter. അതായത് ബിറ്റി ബട്ടർ വാങ്ങി,
പക്ഷെങ്കിൽ ബട്ടർ കുറച്ച് ബിറ്റർ ആയിപ്പോയി. അന്നേരം ബിറ്റ് എന്താക്കി, ബിറ്റർ ബട്ടർ വാങ്ങിയിട്ട് അല്ല ബെറ്റർ ബട്ടർ വാങ്ങിയിട്ട് ബെറ്റർ ബട്ടർ വാങ്ങിയിട്ട് പിന്നെ ബിറ്റർ ബട്ടറിനെ ബെറ്റർ ആക്കണ്ടിട്ട് ബെറ്റർ ബട്ടർ വാങ്ങി. പക്ഷെങ്കില് ഈ ബിറ്റർ ബട്ടർ ആയിരുന്നു ബെറ്റർ ബട്ടർ. ആ സംഭവം ശരിക്കും അതൊരു ഈസിയാ. അത് നമ്മൾ അങ്ങനെ പഠിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കിയാല് സംഭവം കിട്ടും. ഇവൻ വേറെ എന്തോ പറഞ്ഞു. എന്താ സംഭവത്തിനും കുന്ന് വണ്ടി കയറി വണ്ടി കുന്ന് കയറി. ഇന്നിപ്പോ അതിനിപ്പോ എന്താ അതാണ് സീന് നീ പറഞ്ഞ. അത് പറയാൻ പറ്റൂ. എന്താ കുന്ന് വണ്ടി കയറി വന്ന് വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി വണ്ടി കുന്ന് കയറി അങ്ങനെ സ്പീഡ് ഇവനെല്ലാം സോറി ഞാൻ മലയാളം മീഡിയം അല്ല, ഇവൻ മലയാളം ആക്ച്വലി ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. ഇവന് ഇന്ത്യൻ പീനൽ കോഡിലാണ് പഠിച്ചത്. പബ്ലിക് സ്കൂളിലാണ്. എന്നാ കുന്ന് വണ്ടി കയറി വണ്ടി കുന്ന് കയറി 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 പഠിച്ചതാ. അങ്ങനത്തെ സംഭവം 10 തച്ചൻ ചത്തൻ അങ്ങനെ എന്തോ പറഞ്ഞ 10 തത്ത ചത്തോല പച്ച അങ്ങനെ എന്തെല്ലോ ഉണ്ടടാ. എടാ വേറെ ഞാൻ പഠിച്ചേടാ ഇതിനു ഡിയർ ബ്ലേഡ്സ് അങ്ങനെ എന്തോ പറഞ്ഞൊരു സാധനം ഉണ്ട്. അതിനോട് മറന്ന ഒറ്റ പ്രാവശ്യം നോക്കി ഗൂഗിൾ നോക്കിയാ ഇംഗ്ലീഷ്. പിന്നെ വേറെന്നുണ്ട് റെഡ് ബൾബ് ബ്ലൂ ബൾബ് പറടാ. ഈസി സ്പീഡ് പറ റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് എന്ത് ആ നാവ് അടിക്കണം. അതാണ് ടങ് ട്വിസ്റ്റേഴ്സ്. നീ 2 ഇംഗ്ലീഷിലൊരു വാക്ക് പറയണം. ഹലോ ഹലോ ഒന്നും കൂടി പറയാനേ ഞാൻ വിട്ടുപോയി. ഹലോ ഇതാണ് ഇവർ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ മാറ്റുന്നതേ ഉള്ളൂ. ഇവൻ എളുപ്പേട്ടോ. ഇവൻ എൻ്റെ കൂടി പഠിച്ചല്ല. ഇവൻ എൻ്റെ ജൂനിയറാ. എളുപ്പയില് എന്താ പഠിച്ചേ? BDT ബാച്ചലർ ഓഫ് ഡെന്റൽ ടെക്നോളജി. ഡെന്റിസ്റ്റ് ആണ്. 2 ഡിഗ്രി ഉള്ള അതെ 2 ഡിഗ്രി ഉള്ള ഒരേ ഒരു വ്യക്തി നമ്മുടെ കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി. ഒരു BCA ഒരു BDT അല്ലടാ BDT അതല്ലേ ഞാൻ പറഞ്ഞേ. എന്താ പറഞ്ഞേ? ഞാൻ കേട്ടത് BDT നമുക്കറിയാലോ. ഈ അവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. എന്താന്നറിയില്ല അന്നേരം. അതൊക്കെ ആരെ അറിയോ? എന്തിനാ അറിഞ്ഞു കോഴ്സൊന്നും ആരും അറിയില്ല. കോഴ്സിന്റെ വേല പല്ല് വേണ്ട ആൾക്കാർക്ക് ഇപ്പം പല്ലുണ്ടാക്കി തരും. അതായത് വെപ്പ് പല്ലേ, ഒറിജിനൽ പല്ല്. ഗോൾഡൻ പല്ല് എല്ലാം ഉണ്ടാക്കും. നീ കുറച്ച് ഉമ്മാന്റെ ഇത് കണ്ടിട്ട് വാ, ഒക്കെ ഉണ്ടാക്കി തരും. കണ്ണു ചിമ്മ് അല്ല, അതാണ് ഇപ്പൊ ട്രെൻഡിങ് നമ്മുടെ നാട്ടിൽ. അലകൃതോ ഇവനെ കൂട്ട തരാം. എന്നെ തിരക്കില് ഓടിയായിരുന്നു ഇങ്ങോട്ട് വിളിച്ചിട്ട്. ശരി, അങ്ങനെ നമ്മള് ഓൾമോസ്റ്റ് സെറീന്റെ വീട്ടിലെത്തിയില്ല. അങ്ങനെ നമ്മൾ സെറീന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് കിടക്കാനായി. അപ്പൊ അവനെ കാണണം. സെറ്റ് നമ്മളെ പോകുന്ന പിയാപ്ല ഗൾഫിലേക്ക് പോകുന്ന. അച്ഛോ
ഇത് ഇനി നമ്മളിവരെ കാണാലോ ഇതാ ഇതെല്ലാം പൊക്കാനാണ് വന്നത്. ഇതാ എന്ത് ശിവ ഞാൻ എങ്ങനെ ഇടും പ്രശ്നമില്ല. കളക്ഷൻ ഇത് നിനക്ക് പറ്റും. കാട്ടി കാട്ടി ഓക്കെ അല്ല? ഓക്കെ നല്ല ഹെൽമെറ്റ് ആണ്. നിനക്ക് ഇനി ഹെൽമെറ്റ് വേണ്ടാലോ? ഇനി എന്തിനാ പറഞ്ഞ ഇനി ഹെൽമെറ്റ് ആണ്. ഒരു ഹെൽമെറ്റ് ഇട്ടിട്ടാ അള്ളിയാ. എന്റെ വണ്ടി എടുത്ത് പോയി വിറ്റോ? വിറ്റി കുളിച്ചില്ല? വേഗം കുളിക്കി. ഇപ്പം ഇതെല്ലാം വായിക്കാനും സെറിന്റെ പിന്നെ ഇതിപ്പം വരച്ച ഇത്രക്കും കഴിവുള്ളൊരു കഴിവുള്ളവനാണ്. പിന്നെ ഇതാണ് സെറിന്റെ സ്നീക്കർ കളക്ഷൻ. ഇതെന്താടാ കണ്ണ കൊത്തുന്ന ഡ്രീം? ഇതാണ് എന്റെ ഇത് ജേർണലൊക്കെ പലര് സൂക്ഷിക്കുന്ന അല്ല. എടാ നിക്കുന്ന പറയാനുള്ള നമ്മളെ പ്രേക്ഷകരോട് പോകുന്നായിട്ട് ഗായ്സ്. ഇവ അനാൻ ഷാന്റെ ഒക്കെ വ്ളോഗ് കുത്തിരിഞ്ഞ് കാണുന്ന ആളാണ്. നമ്മളെ വ്ളോഗൊന്നും ഇതുവരെ സബ്സ്ക്രൈബ് പോലും ചെയ്യാത്തൊരു വ്യക്തിത്വത്തിനുടമ ശ്യാമ അല്ല ചെക്ക. നീ എന്താ എടുക്കുന്ന ഇമല് കളക്ഷൻ ഏതാ എടുക്കുന്ന? ഇനി റിയൽ ഇല്ല, നീയാ റിയലിലേക്ക് പോകുന്നത്. ദുബായ് ഷാർജ. സങ്കടം ഉണ്ടാളിയാ? ഫസ്റ്റ് നോക്കുന്ന സങ്കടം ഉണ്ടാകുക. രണ്ടാമത്തെ സങ്കടം, ഇതൊരു എക്സൈറ്റ്മെന്റ്, ക്യൂരിയോസിറ്റി. അടുത്തത് റിയാലിറ്റി. ഇവനൊരു ഭയങ്കര പറ്റി എനിക്ക് എന്താ പറയാനുള്ളത്? ചെക്കൻ നല്ല നിലയിലെത്തട്ടല്ലേ? അതാണ് ഞങ്ങള് ഓനോട് പറഞ്ഞു കൊടുത്തല്ലേ. ഓനോട് പറഞ്ഞു വെച്ചാല് ഈ പോകുന്നേരം ഓൻ ചോദിക്കാ ആരോടെങ്കിലും പറയണോ വിസിറ്റിങ്ങിന് പോകുന്നില്ല. വിസിറ്റിങ്ങിന് പോകുന്ന ഓന് ഒരു മോട്ടീവായിട്ടാ പോകുന്നത്. അപ്പൊ നമ്മള് വിസിറ്റിങ്ങിന് പോകുന്നതായിക്കോട്ടെ എന്തിനായിക്കോട്ടെ നമ്മൾക്ക് പണിയെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ സക്സസ് ആവണം. ഇതൊക്കെ പറയുമ്പോൾ ഇതിൽ നമ്മൾ പോകുമ്പോ പറയരുതില്ലേ, നമ്മളാരോട് പറയരുത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആൾക്കാർ ചിന്തിക്കുക. നമ്മൾ വിചാരിക്കും ഓ മാഷാ അല്ലാഹ് ഓ നന്നാട്ടെ എന്നൊക്കെ എല്ലാവരും വിചാരിക്കാന്ന്. പക്ഷെ അങ്ങനെയല്ല. ഒരിക്കലും ഉണ്ടായില്ല. അതെ അല്ല നമ്മളങ്ങനല്ല, നമ്മളങ്ങനല്ലേ. നമ്മള് രക്ഷപ്പെടണം. അത് തന്നെയാണ് ഞാൻ ഇവരോട് നമ്മളെ അങ്ങനെ വിചാരിക്കും. പക്ഷെ ബാക്കിയുള്ള അങ്ങനല്ല. അതെ ബാക്കിയുള്ളവര് അങ്ങനെയല്ല. നമ്മൾ വിചാരിക്കും ഓലൊക്കെ നമ്മളെ ഉഷാറ്, നമ്മള് ഭയങ്കര സക്സസിന് വേണ്ടിട്ട് ഭയങ്കര ഉഷാറാണ്. അങ്ങനെ ഒന്നല്ല. നന്നായി പോട്ടെ ഒരിക്കലും. അങ്ങനെയുള്ള ആൾക്കാര്. അപ്പൊ നിങ്ങള് ആര് പോകുന്നായിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മള് വെരി ഡേഞ്ചർ. നമ്മള് ആരായിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതാക്കുന്ന നമ്മളെ സക്സസ്, അത് നമുക്ക് സക്സസിന് ശേഷമാണ് നമുക്ക് കുറച്ച് ആൾക്കാരോടെങ്കിലും പറയാനാവും. അതിന് മുമ്പ് നമ്മൾ പറയുകയാണെങ്കിൽ നടക്കൂല. എന്താണ് നടക്കൂല? നമ്മൾ ഗ്രൈൻഡിങ് ടൈമിൽ ആരോടും പറയരുത്. കീപ് ഇറ്റ് പ്രൈവറ്റ്. ഓക്കേ ആൻഡ് പ്ലീസ് വൈഫൈക്ക് വേണ്ടി അങ്ങനെ കുറെ പേര് വെറുതെ പറയുന്നോ. അതെ അവന്
അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സോ അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫ് ലെസൺസ്, ലൈഫ് ടോക്സ് നമുക്ക് മനസ്സിലായ കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്താൻ ശ്രമിക്കുക. ചില്ലറയാ ചെക്കനെ ഇങ്ങനെ നല്ല വൃത്തിക്കാലേ കാര്യങ്ങളുടെ റൂമല്ലോ. എനിക്ക് തോന്നുന്നില്ല നമ്മള് വരുന്നേരം എനിക്കൊന്ന് പോകുന്നതായിട്ട് വേണ്ടി ഇത് കണ്ടിക്കില്ല ഗൈസ് ചെക്കൻ്റെ. അതെ പണ്ടേ എന്താല്ലേ ഇവനിത് എടുക്കാനാ പോകുന്നത്. ഇതാടാ കറക്റ്റ് ഇതൊക്കെ എഴുതി വെച്ചിക്ക് G7 എന്നാ 577 ഹോഴ്സ് പവർ. ഓ അങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് G ക്ലാസ്, G വാഗൺ. G എന്ന് പറഞ്ഞാൽ എന്താ അറിയാം ഷാമിക്ക്? G എന്ന് പറഞ്ഞാല് ഗലന്തേ, ജർമ്മനിൽ ഗലന്തേ എന്ന് പറയും. ഗലന്തേ എന്ന് പറയും. G എന്ന് പറഞ്ഞാല് ജർമ്മനിൽ ഗലന്തേ എന്ന് പറയും. ഗലന്തേ എന്ന് പറഞ്ഞാല് ഓഫ് റോഡോ അങ്ങനെ എന്തോ ആണ് അതിന്റെ അർത്ഥം. എനിക്ക് ഇന്നലെ മെഞ്ഞാന്ന് കാണിക്കാൻ പോയാലും ഈ നോസ് ഡ്രോപ്സ്, നാസൽ ഡ്രോപ്സ് തന്നിരുന്നു. അപ്പോൾ ഒരു പറഞ്ഞാൽ എല്ലാ 2 മണിക്കൂർ ഇടപെടുമ്പോൾ എന്താക്കാം മൂക്കിലിറ്റിക്കണം. നമ്മള് ഒരാളെ നിയന്ത്രിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യണം. ഓക്കെ, നമ്മളേതായിട്ടുള്ള ഇതായിട്ട് മുന്നോട്ട് പോകണം. ഓക്കെ അല്ലേ സൂലി? കളിയില്ല. അങ്ങനെ ചെക്കൻ്റെ അവസാന കുളി നമ്മള് ഫുഡെല്ലാം വന്നിട്ടുണ്ട്. ഫുഡ് ഇറങ്ങുന്നില്ല. കരണ്ട ആവശ്യമില്ലല്ലേ? അല്ല കരണ്ട ആവശ്യമൊന്നുമില്ല. ദുബൈ പോകുന്നില്ല. ശിൽമൈൻഡ് ഇല്ല. അങ്ങനെ നമ്മള് ചെറിയ അല്ലേ സങ്കടമായിട്ടുള്ളൊരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഇന്ന് പങ്കുചേരുന്നത് അല്ലേ? വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സമയമാണ്. എല്ലാവരും മൗനം പ്രാപിക്കുക. ടാറ്റ പറയുന്നത്. അങ്ങനെ നമ്മളെ വളരെ വന്നപ്പോഴുള്ളൊരു സന്തോഷമൊന്നും ഇല്ലല്ലേ? വന്നപ്പോഴുള്ള സന്തോഷം കാര്യങ്ങളും വന്നപ്പോഴുള്ള സന്തോഷങ്ങളൊന്നും ഇല്ല. അടുക്ക് ഓന് സന്തോഷങ്ങളൊന്നും ഇല്ല. ഭയങ്കര സങ്കടകരമായിട്ടാണ് നമ്മൾ തിരിച്ച് പുഴയിലേക്ക് പോകുന്നത്. അതെ, നമ്മള് കമ്മിക്കാര് പോവാന്ന് പറഞ്ഞാല് ഇവനതിനും കാണല്ലേ. ഇവനെ ആണ്ടിലൊരിക്കൽ കാണുന്നത് നമ്മളാണ് ഈ സങ്കടപ്പെടുന്നത്. അതെ, പക്ഷെ ഇവരെ എക്സാം സപ്ലി ബഡീസ്. അതെ, നെക്സ്റ്റ് ഒരു വ്ളോഗ് എല്ലാം വിചാരിച്ചു ഞാൻ വ്ളോഗെല്ലാം നിർത്തിയിട്ടില്ല. നമ്മൾ നിർത്താൻ പോകുന്നില്ല അല്ലേ? നമ്മൾ കമ്പനിക്കാരെ വ്ളോഗാണ്. കുറെ ഫണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻഷാല്ലാ അടുത്തൊരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. സോ പ്ലീസ് സബ്സ്ക്രൈബ്. പിന്നെ സബ്സ്ക്രൈബ്, ബെൽ ഐക്കൺ. ഓക്കെ ബൈ. ശ്യാം ഓക്കെ ബൈ ഗായ്സ്. ഇപ്പോൾ ഒരു വ്യൂ കൂടി കാണിച്ചു തരാം. ഞാൻ എപ്പോഴും ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരു സീനാണ്. യു മസ്റ്റ് സീ ഇറ്റ്. ഓക്കെ, കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പള്ളി. ഞങ്ങളുടെ മഹലാണ്. ദിസ് ഈസ് അവർ മഹൽ. കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു
കംപ്ലീറ്റ് ഒരു 300 ഡിഗ്രി കടല ചുറ്റും അല്ലേ? ഇതാണ് നമ്മുടെ പള്ളി ആൻഡ് ഇതാണ് നമ്മുടെ വ്യൂ. ലുക്ക് അറ്റ് ദിസ്. ഇവിടെ ആരൊക്കെ വന്ന് വ്ളോഗെല്ലാം എടുത്ത് പോയാലേ, വ്ളോഗല്ല മറ്റേ റീല്, ഏതോ വലിയ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നിട്ട്. ഇതാണ് നമ്മളെ കംപ്ലീറ്റ്